നേരത്തെ തൻ്റെ ഫാമിലെ 22 പശുക്കൾ ഇതേപോലെ വയറുവീർത്ത് ചത്തുവീണിട്ടുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സംഭവം. ഓരോ പശുക്കളെ മക്കളെപ്പോലെയാണ് വളർത്തുന്നത്. പെട്ടെന്നുണ്ടായ അന്നത്തെ സംഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. താനും അശ്വതിയും അന്ന് വാവിട്ട് കരഞ്ഞു. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് ചത്തുവീഴുകയായിരുന്നു. വിഷബാധയാണെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞത്. താൻ വളർത്തുന്ന പുല്ല് തന്നെയാണ് പശുക്കൾക്ക് നൽകിയിരുന്നതെന്നും ജയറാം പറഞ്ഞു. ഇപ്പോഴത്തെ സംഭവത്തിൽ മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പാണ്. താൻ അഭിനയിക്കുന്ന ഓസ്ലർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്നു. ഈ പരിപാടി ഒഴിവാക്കി അതിനായി കരുതിയിരുന്ന തുക കുഞ്ഞുങ്ങൾക്ക് കൈമാറുമെന്നും ജയറാം പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൊടുപുഴ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി 15 വയസ്സ് എന്ന 10ാം ക്ലാസ്സുകാരൻ്റെ 13 കന്നുകാലികളാണ് കൂട്ടത്തോടെ ചത്തത്. പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ 13 കന്നുകാലികൾക്ക് വിഷബാധയേൽക്കുകയായിരുന്നു. അമ്മ ഷൈനി, ജ്യേഷ്ഠൻ ജോർജ്, അനുജത്തി റോസ്മേരി എന്നിവരുൾപ്പെടെ കുടുംബത്തിൻ്റെ ഏക ഉപജീവനമാർഗമായിരുന്നു കന്നുകാലികൾ. 3 വർഷം മുമ്പാണ് മാത്യുവിൻ്റെ പിതാവ് ബെന്നി നിര്യാതനായത്. ഇതിനുശേഷമാണ് മാത്യു കന്നുകാലികളുടെ പരിപാലനം ഏറ്റെടുത്തത്. തീറ്റയായി നൽകിയ കപ്പത്തൊണ്ടിലെ സയനൈഡാണ് കന്നുകാലികളുടെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.